ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു ദിവസമാണ് വിഷു. ഉണ്ണിക്കണ്ണനെ കണികണ്ടുകൊണ്ട് മലയാളികളുടെ മലയാള വർഷം അന്ന് ആരംഭിക്കുകയാണ്. അന്നേ ദിവസം നമുക്ക് എല്ലാവർക്കും നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് അമ്പലത്തിലേക്ക് പോകാനും അല്ലെങ്കിൽ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാനും നല്ല താല്പര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സെറ്റ് മുണ്ട്, സെറ്റ് സാരി അങ്ങനെയൊക്കെയുള്ളത് ഉടുത്തിട്ടായിരിക്കാം കൂടുതലായും അമ്പലങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല താല്പര്യം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ട്രഡീഷണൽ ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്, വിഷുവിന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. എൻ്റെ പേര് നീതു. ഞാനൊരു കണ്ണൂരുകാരിയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു സാരി ലുക്ക് തന്നെയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സാരി കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു കസവ് സാരിയുടെയൊക്കെ ഒരു ബോർഡറിനേക്കാളും കുറച്ചും കൂടി വീതി വരുന്നുണ്ട് ഈ ഒരു സാരിക്ക്. ഇതിൻ്റെ പല്ലു പോഷൻ നോക്കുവാണെങ്കിലും അങ്ങനെ തന്നെയാണ്, കുറച്ച് നല്ല വീതിക്ക് തന്നെയാണ് ഇതിൻ്റെ പല്ലുമൊക്കെ വരുന്നത്, ഈ ഒരു കസവ് വരുന്നത്. ഇങ്ങനെ ഒരു പ്ലെയിൻ സാരി, ഒരു പ്ലെയിൻ കസവ് സാരി ഇങ്ങനെയൊന്നും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ബ്ലൗസ് ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറ്റും. സാരി പ്ലെയിൻ ആണെങ്കിലും ബ്ലൗസിന് നല്ല വർക്ക് വരുന്നതുകൊണ്ട് ആക്സസറീസ്, അതായത് കമ്മലും മാലയും സിമ്പിൾ ആക്കാമെന്ന് കരുതി. മെറൂൺ കളർ സ്റ്റോൺ വരുന്ന ഒരു സിമ്പിൾ ഷോക്കറും അതിൻ്റെ തന്നെ ചെറിയ 2 കമ്മലുമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ബാംഗിൾസ് എനിക്ക് നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് 2 കൈകളിലും ഒരുപാട് ബാംഗിൾസ് ഇട്ടിട്ടുണ്ട്. ഹെയർ ബൺ കൂടി ചെയ്യുമ്പോൾ നല്ല ഗ്രാൻഡ് ലുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഒരു മോണോക്രോമാറ്റിക് ടിഷ്യൂ സാരി ലുക്കാണ്. മോണോക്രോമാറ്റിക് എന്ന് പറയുന്നത് സെയിം കളർ ഫാമിലിയിൽ തന്നെ മുഴുവൻ ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഞാനിവിടെ ഒരു ടിഷ്യൂ സാരിയാണ്, എലഗൻ്റ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ സാരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെയിം ടോണിൽ വരുന്ന ബ്ലൗസ് തന്നെയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ടിഷ്യൂ സാരിയുടെ നാച്ചുറൽ ഷൈൻ കൊണ്ട് തന്നെ ഈ ലുക്ക് വളരെ റിച്ചായി തോന്നും. ജ്വല്ലറി വളരെ മിനിമലായി സെയിം ടോണിൽ തന്നെ ചൂസ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ജുംക്ക, അതിന് മാച്ച് ആയിട്ട് വരുന്ന നല്ല 2 ബാംഗിൾസ്, അതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി വലിയ ജുംക്ക ഉപയോഗിക്കുന്നത് ഈ ലുക്കിനെ കൂടുതൽ നന്നാക്കാൻ സഹായിക്കും. അതുപോലെ മേക്കപ്പ് ആയാലും വളരെ സോഫ്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ന്യൂഡ് ലിപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഐസ്, ഫേസ് മേക്കപ്പിലും ഒരു ഡ്യൂയി ഫിനിഷ് ആണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ വളരെ നാച്ചുറൽ ആയിട്ടാണ് ഫുൾ മേക്കപ്പ് വന്നിരിക്കുന്നത്. ഹെയർ ഞാൻ സിമ്പിളായി കീപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ലീക്ക് ബൺ ചെയ്തു. പിന്നെ ഫെസ്റ്റിവൽ വൈബ് തരാൻ വേണ്ടി മുല്ലപ്പൂവും കൂടി യൂസ് ചെയ്യുന്നതാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഓവറോൾ ഈ മോണോക്രോമാറ്റിക് ലുക്കിന്റെ ഭംഗി എന്ന് പറയുന്നത് അതിന്റെ സിംപ്ലിസിറ്റിയിലും എലഗൻസിലും ആണ്. ലെസ് കളേഴ്സ്, മോർ ക്ലാസി ലുക്ക്. സാരി എടുക്കാനൊക്കെ കുറച്ച് ടൈം വേണം. അപ്പോൾ സാരി എടുക്കാനൊന്നും സമയമില്ല, പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങണം, എന്നാൽ നമ്മുടെ ട്രഡീഷണൽ വൈബ് കിട്ടുകയും വേണം എന്നുള്ളവർക്ക് പ്രിഫർ ചെയ്യാവുന്ന ഒന്നാണ് ധാവണി സ്റ്റൈൽ. ഹാഫ് സാരി എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ആണെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ അതിനെ മോഡേൺ ആയും ക്ലാസി ആയും നമുക്ക് മാറ്റാൻ പറ്റും. ആദ്യമായി സ്കേർട്ടാണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. നമ്മുടെ ബോഡി ടൈപ്പിന് മാച്ചായ ഫിറ്റ് ചൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് മുഴുവൻ ലുക്കിനെ ഡിഫൈൻ ചെയ്യും. നെക്സ്റ്റ് ബ്ലൗസ് ആണ് വരുന്നത്. സിമ്പിൾ ബ്ലൗസ് ആണെങ്കിൽ പോലും അതിൻ്റെ സ്ലീവ്സ്, നെക്ക് ലൈൻ അല്ലെങ്കിൽ ബാക്ക് ഡിസൈൻ കൊണ്ട് ലുക്ക് എലിവേറ്റ് ചെയ്യാം. ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് പോലും നല്ല ഡിഫറൻസ് ഉണ്ടാക്കും. ദുപ്പട്ടയാണ് ഹാഫ് സാരിയുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഒന്നുകിൽ നമുക്ക് സാരി പോലെ ഡ്രേപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നീറ്റ്ലി ഇവിടെ പിൻ ചെയ്ത് വെക്കാം. ജ്വല്ലറി ഒന്നുകിൽ നമുക്ക് മിനിമൽ ആക്കാം, അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ വൈബ് ഒക്കെ കിട്ടാൻ വേണ്ടി നല്ല ഹെവി പീസസ് ഒക്കെ ആഡ് ചെയ്യാം. നമ്മുടെ ഒക്കേഷൻ അനുസരിച്ച് സ്റ്റൈൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എൻ്റെ ഡ്രസ്സ് എനിക്ക് കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ എല്ലാം ജ്വല്ലറിയൊക്കെ മിനിമൽ ആക്കുകയാണ് ചെയ്തത്. ഞാൻ ജസ്റ്റ് ഒരു ഇയറിംഗ് മാത്രമേ, ഈ ഡ്രസ്സിന് നന്നായിട്ട് മാച്ച് ആവുന്ന ഒരു ഇയറിംഗ് പെയർ ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ വളരെ കുറച്ച് ബാംഗിൾസ് മാത്രം ഇട്ടിട്ടുണ്ട്. മേക്കപ്പ് സോഫ്റ്റ് ആൻഡ് നാച്ചുറലായി വെച്ചാൽ എലഗൻ ഫീൽ കിട്ടും. ന്യൂ ടോൺസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഗ്ലാം ലുക്ക് പെർഫെക്റ്റ് ആണ്. ഹെയർ സ്റ്റൈൽ ഒന്നുകിൽ നമുക്കൊരു സ്ലീക്ക് ബൺ ചെയ്യാം, അല്ലെങ്കിൽ ലൂസ് കേൾസ് ചെയ്യാം. രണ്ടും ധാവണി ലുക്കിന് നല്ല മാച്ച് ആയിരിക്കും. ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റൈലിംഗ് ടിപ്സ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സൂപ്പർ ക്ലാസി ലുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ സാരിയും ധാവണിയൊക്കെ അങ്ങ് മാറ്റി വെക്കാം. ഇനി ചിലരുണ്ടാവും, അവർക്ക് അവരുടെ സ്റ്റൈലിങ്ങിൽ ഒരു മോഡേൺ ടച്ച് കൊണ്ടുവരികയും വേണം, എന്നാൽ നമ്മുടെ ട്രഡീഷണൽ വൈബോട്ട് പോകാനും പാടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അവർക്ക് ഞാനിപ്പോൾ സ്റ്റൈൽ ചെയ്തിരിക്കുന്ന പോലെ സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത്യാവശ്യം പ്ലീറ്റ്സ് ഒക്കെയുള്ള ടിഷ്യൂ മെറ്റീരിയൽ വരുന്ന നല്ലൊരു സ്കേർട്ടാണ്. അതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് ഒരു റെഡ് കളറിലുള്ള നല്ല പഫ് സ്ലീവ് ഒക്കെ വരുന്ന ഒരു ടോപ്പാണ്. ഈ ടോപ്പിന് ഒരു സ്ട്രോങ് മോഡേൺ വൈബ് ഉണ്ട്.
എസ്പെഷ്യലി അതിൻ്റെ സ്ക്വയർ നെക്ക് ലൈനും സ്ട്രക്ചർ ഷോൾഡറും ലുക്കിന് ബോൾഡ് ആൻഡ് സ്റ്റൈലിഷ് ഫീൽ നൽകും. ജ്വല്ലറി ആയിട്ട് ഞാനൊരു വലിയ ബാങ്കിൾ സ്റ്റേറ്റ്മെന്റ് പീസ് എന്ന പോലെ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇയറിങ്സ് ഒരു ചെറിയ ഗോൾഡൻ ടോണിൽ വരുന്ന ചെറിയൊരു ഇയറിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മേക്കപ്പ് വന്നിട്ട് ഗ്ലോസി ലിഡ്സ്, ഹൈലൈറ്റഡ് സ്കിൻ എന്നിവ ഉപയോഗിച്ച് നമുക്ക് ഫ്രഷ് ആൻഡ് ബോൾഡ് ആയിട്ട് കീപ്പ് ചെയ്യാം. ഹെയർ ലൂസ് കേൾസ് അല്ലെങ്കിൽ സ്ലീക്ക് സ്ട്രെയിറ്റ് ഹെയർ ആക്കിയാൽ ക്ലീൻ മോഡേൺ ലുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഏത് ലുക്കാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻസിൽ മെൻഷൻ ചെയ്യുക. ഇനി ഇതുപോലുള്ള സ്റ്റൈലിംഗ് വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ.